ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇനിയാസ് ലൈഫ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എള്ള് മിഠായിയാണ്. അപ്പോൾ അതിലേക്ക് 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. എള്ള്, കടല, പിന്നെ ശർക്കര, ഇത്രേ ആവശ്യമുള്ളൂ. നന്നായി വറുത്തെടുത്ത കടല പൊടിച്ചതാണിത്. ഇനി ഈ എള്ളൊന്ന് വറുത്തെടുക്കാം. ഞാനൊരു ചീനച്ചട്ടിയിലിട്ടിട്ടാണ് വറുക്കണത്. സിമ്മിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് വറുത്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, കരിഞ്ഞു പോവും. അപ്പോൾ എള്ളിന് ഒരു ടേസ്റ്റ് മാറും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളെ എള്ളു മിഠായിക്ക്. അപ്പോൾ എള്ള് നന്നായിട്ട് വറുത്തെടുത്തു. ഇനി പൊടിച്ചു വെച്ച കടല കൂടി ഇതിക്ക് ചേർക്കാം. ഫ്ലെയിം സിമ്മിൽ തന്നെയാണുള്ളത്. അപ്പോൾ അത് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം സിമ്മിൽ തന്നെ ആയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ കുറേ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം വറുത്തെടുത്ത കടലയൊക്കെയാണല്ലോ. അപ്പോൾ അധികം സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് സമയം മാത്രം വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ശർക്കര നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ആ ചൂടോടുകൂടി തന്നെ ഒഴിക്കാം. നരിച്ചിട്ട് ഒഴിക്കുക കേട്ടോ. ചിലപ്പോൾ ശർക്കരയിൽ ഡേർട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതിൽ ശർക്കരപ്പാനി ഇതിൽ ഉതിരുന്ന രീതിയിലുള്ള അത്രക്കും വേണം. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കറക്റ്റ് അളവിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. കറക്റ്റ് അളവാണ്. ഇപ്പോൾ ശർക്കരപ്പാനിൻ്റെ ഒക്കെ അളവ് വളരെ കറക്റ്റാണ്. അപ്പോൾ ഇനി ഇത് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം, തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം കയ്യിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കയ്യിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കാം. അപ്പം ചെറിയ ബോൾസ് ആക്കിയിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിലാണെങ്കിൽ നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും. അങ്ങനെ എല്ലാം ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹോംലി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.